ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മുടെ റേഷൻ കടയിലെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി എടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആ ഒരു അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു 6-7 മണിക്കൂർ എന്തായാലും വെക്കുക കേട്ടോ. ഞാനത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഒരു 10 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക, ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഇത് വലിയ ജീരകമാണ്. വലിയ ജീരകം പൊടിച്ചതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ജീരകം അങ്ങനെ അങ്ങ് ചേർത്താലും മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പിന്നെ തേങ്ങയുടെ അളവ് കറക്റ്റായിട്ട് ആവണം കേട്ടോ, എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഓവറായിട്ട് പോവുകയും ചെയ്യരുത്. പിന്നെ അടുത്തതായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഞാനത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കട്ടെ. ഇനി ഇതിലോട്ട് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അരി ഒന്ന് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം, അത്രയും വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി പോവുകയും ചെയ്യേണ്ട, എന്നാൽ വെള്ളം പറ്റെ കുറഞ്ഞും പോകണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ അരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു എത്രത്തോളം ലൂസിലാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തതും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കുന്ന സമയത്ത് ഇതിലോട്ട് ഒരു അരമുറി സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവോളയും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ അരക്കാൻ കേട്ടോ. ഞാൻ നേരത്തെ അരച്ചപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ജീരകമൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർക്കുക. കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അരക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ റേഷൻ അരി മിക്സിയുടെ ജാറിൽ അരക്കുന്ന സമയത്ത് നന്നായിട്ട് ജാറ് ചൂടായി പോവുക അങ്ങനെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളിത് അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് പോലൊന്നും അരച്ചെടുക്കണ്ട. ഒരു തരിയോട് കൂടി തന്നെയാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് അരഞ്ഞ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് സ്മൂത്തായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്രൈൻഡർ ഉള്ളവർ അതിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു തരി ഇങ്ങനെ ഉണ്ടാവണം, നന്നായിട്ട് സ്മൂത്തായിട്ട് അരഞ്ഞ് പോകരുത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഇനി ഇതിലോട്ട് അരിപ്പൊടി വേണം. അരിപ്പൊടി ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 2 കപ്പിൻ്റെ അടുത്ത് തന്നെ അരിപ്പൊടി ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരി അരക്കുന്ന സമയത്ത് അതാണ് ആ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി പറയാത്തത്. കാരണം നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ എത്രത്തോളം കൊള്ളും ആ ഒരു അളവിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുക. പക്ഷെ അരക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അരക്കരുത്. അങ്ങനെ ആവുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റ് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് അരിപ്പൊടി ചേർക്കേണ്ടി വരും. അപ്പോൾ സാധാരണ നമ്മൾ പത്തിരിക്കും ഒക്കെ എടുക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ച് അരക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവമുണ്ടല്ലോ, നമ്മൾ ഉഴുന്നുവട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു വാഴയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുക.
എന്നിട്ട് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോളാക്കിയിട്ട് എടുത്തിട്ട് ഇതുപോലെ അതിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ വെച്ച് ചെയ്യുന്നതിലേറെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്നാലേ അത്യാവശ്യം നല്ലൊരു റൗണ്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ വാഴയില ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിൽ അങ്ങനെ നമ്മൾ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിത് അതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരേ വണ്ണത്തിലൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ഒരുപാടങ്ങ് കനം കുറഞ്ഞ് പോവരുത്, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയിലും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 2 എണ്ണം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാകത്തൊരു കനത്തിൽ ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും എണ്ണ നന്നായിട്ട് ചൂടാകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ആ ഒരു സമയത്ത് തന്നെ ഇതങ്ങ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒരു എണ്ണയൊക്കെ കറക്റ്റ് ചൂടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ ഒരുപാട് കനം കുറഞ്ഞിട്ടും പോവരുത്, ഒരുപാട് കനം കൂടിയും പോവരുത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ എണ്ണയും കാര്യങ്ങളും കുടിക്കൊന്നുമില്ല. പിന്നെ ഒരുപാട് സമയവും വേണ്ട കേട്ടോ. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ദാ ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അരി അരക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായിട്ട് അരക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ തരി കുറച്ച് വേണം, എന്നാലത് ഇതുപോലെ അങ്ങ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ റേഷൻ അരി വെച്ചിട്ടൊക്കെ ഇങ്ങനത്തെ റെസിപ്പി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. എണ്ണയുടെ ചൂട് എപ്പോഴും നമ്മളൊരു പാകത്തിന് വേണം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും അതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്തപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇതിങ്ങനെ ഇതുപോലെ പൊങ്ങി കിടന്നാൽ പൊങ്ങിയിട്ട് തന്നെ നിൽക്കും കേട്ടോ. ചൂടാറിയാലും അതങ്ങനെ പൊങ്ങിയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഉൾഭാഗമൊക്കെ ദാ ഇതുപോലെ അങ്ങ് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് നല്ല പുറം ഭാഗമൊക്കെ ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിലോട്ട് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.